എനിക്കായൊരു തമസമ്പത്ത് സ്വർഗരാജ്യത്തിലൊരുക്കുന്നതാൽ ഇനിയും ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ ഇനി സേവിക്കും. എൻ്റെ പ്രാണ നായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എൻ്റെ പ്രാണ നായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമേത്രയോ ആശ്ചര്യം. എൻ്റെ പാപ ശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ ഇനി സേവിക്കും. എൻ്റെ പ്രാണ നായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എൻ്റെ പ്രാണ നായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് സ്തോത്രം. സമാധാനത്തോട് ഉണർത്തിയല്ലോ, ആരോഗ്യത്തിൽ ഉണർത്തിയല്ലോ, സുബോധത്തിൽ ഉണർത്തിയല്ലോ, എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ചാർത്തിരുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഭക്ഷണവും വസ്ത്രവും ആരോഗ്യവും ബലവും എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കൽ ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാവരെയും തിരുമുൻപാകെ രാവിലെ സമയം ഏൽപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങൾക്ക് മറുപടി നിശ്ചയമായി നൽകിത്തരും. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ആവശ്യവും ആഗ്രഹവും ഭാരവും രോഗവും വേദനയും എല്ലാം അറിഞ്ഞ് ഞങ്ങളെ സഹായിച്ച് സ്നേഹിച്ച് കരുതിയ ദൈവത്തിന് ഉള്ളം നിറഞ്ഞ് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. വീണ്ടും ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവേ, ഉള്ളതുപോലെ അറിയുന്ന കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല പ്രഭാതത്തിൽ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ കർത്താവേ. ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും ജോലികാര്യങ്ങളിലും വിശ്രമവേളകളിലും എല്ലാം തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിനേൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെല്ലാം സൂക്ഷിച്ചാട്ട് കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തോണേ. ഞങ്ങൾക്ക് ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഇത് പരീക്ഷാ കാലഘട്ടം. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. പഠിക്കാൻ ഉത്തരവാദിത്വം കൊടുക്കണമേ. പഠിക്കുന്നവരുടെ ഹൃദയത്തിൽ പതിയാൻ സഹായിക്കണമേ. ഓർമ്മശക്തി കൊടുക്കണമേ. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും സ്വർഗത്തിലെ അപ്പം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്നവർ, മെഡിക്കൽ അറ്റൻഡ് ചെയ്തവർ, മെഡിക്കലിന് വേണ്ടി കാത്തിരിക്കുന്നവർ,
ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ മക്കളെയും പേരുവരായി സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിക്കണേ, അവരുടെ ആവശ്യം അറിഞ്ഞ് കരുതണമേ. ആരും നിരാശപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പഠിക്കുവാനും ഹാലേലൂയ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്തൊക്കെ കൊണ്ടുവന്ന് എത്തിക്കണമേ. ദൈവം ജീവിതത്തിൽ വലിയ വെച്ചതെന്ന് സാക്ഷീകരിപ്പാൻ തക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കട്ടെ. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്കത് നൽകിത്തന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, തൻ്റെ മക്കളെ ലജ്ജിപ്പിക്കരുതേ, അവരെ മാനിക്കണമേ. അപ്പം അവരെ കരുതണമേ, അവർക്ക് വേണ്ടി വഴിവാതിൽ തുറക്കണമേ കർത്താവെ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത് ചെയ്തു തരും. അതാർത്ഥം നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വേണ്ടി ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ, ബലത്തോടും സമാധാനത്തോടും സൂക്ഷിക്കണേ, നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലേലൂയ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും യാത്ര ചെയ്ത് കടന്നുപോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് സൂക്ഷിച്ച് പരിപാലിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിച്ചു. സൗഖ്യത്തോടെ ആയിരിക്കുന്നു എന്ന് അറിയുവാൻ ദുർഗം സഹായിച്ചു. നന്ദി നന്ദി നന്ദി, എല്ലാറ്റിനും നന്ദി കർത്താവെ. സകല മഹത്വം അങ്ങയ്ക്ക് തരികയാ കർത്താവെ, എല്ലാ പുകഴ്ചയും അങ്ങയ്ക്ക് തരികയാ കർത്താവെ. ആരാധനയ്ക്ക് യോഗ്യനെയും മഹത്വത്തിൻ്റെ രാജാവെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് എപ്പോഴും ജീവിപ്പാൻ ഇടയാക്കണം. വേണ്ടി യാത്ര പോകുന്ന ഓരോ മക്കളെയും കർത്താവ് കരുതിക്കൊള്ളുമാറാകണം. ആരും വഴിയിൽ വലയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ പൊന്നുകരത്തിൽ ചേർത്ത് പിടിച്ചോണേ. എൻ്റെ ദൈവമേ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരെ കാത്തുകൊള്ളണേ കർത്താവെ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ വാഹനത്തിലും അപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. അപകടങ്ങളിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കുമാറാകണം. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കാത്തുകൊള്ളുമാറാകണം. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് കരുതി ഒരുക്കി കൊടുക്കുമാറാകണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവ്, ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഓരോ ഉപജീവനമാർഗത്തെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണം. എല്ലാ മക്കൾക്കും വേണ്ടുന്നതെല്ലാം കൊടുത്ത് ദിനംതോറും പോറ്റി പുലർത്തണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ എല്ലാ ബിസിനസ്സിലും കർത്താവിൻ്റെ സാന്നിധ്യം വേണം. അപ്പം ഒരു കഷ്ടമോ നഷ്ടമോ ആർക്കും ഉണ്ടാകാൻ അനുവദിക്കാതെ തൃപ്തിയോടെ തൻ്റെ മക്കളായിരിക്കാൻ ഇടയാക്കണം. ഓരോ മക്കളുടെയും പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും അപ്പച്ചൻ കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങളിൽ നിന്ന്, ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിച്ചാട്ട് കർത്താവേ. ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ദിനംതോറും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പാ, നിൻ്റെ പൊന്നുകരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപും പിൻപും ഇവിടവും വരവും ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. കർത്താവേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾ, പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെയൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന പുതിയ നന്മകളും സന്തോഷവും കൊടുത്ത് ഓരോ മക്കളെ നിറയ്ക്കണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളായിരിക്കുന്ന ദേശം ചുറ്റുപാടുകളെ, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ, സഹോദരവർഗ്ഗങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ നാടും വീടും വിട്ട് വിദുരതകളിലൊക്കെ പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മാതാവും പിതാവുമായ അപ്പച്ചൻ കൂടി ഇരുന്നവരെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും അപ്പച്ചൻ തീർത്തു കൊടുക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമേ, യാതൊരു പ്രയാസമോ പ്രതികൂലമോ ഉണ്ടാകാൻ അനുവദിക്കാതെ സ്വർഗം ഓരോ മക്കളെയും കരുതിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കൾ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ സ്വർഗം കരുതണേ. പുറക്കുന്ന സ്വന്തമായി തലചായ്പാൻ ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കളെ അനുഗ്രഹിക്കണേ. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. വിവാഹപ്രായമായ മക്കളുണ്ട്, അവരെ സമർപ്പിക്കുന്നു. തക്കതുണെ ഒരുക്കണം. ആണും പെണ്ണുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കുമാറാകണം. കുടുംബജീവിതത്തിൽ ഇത്തിരിയും സന്തോഷം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ദിവ്യസമാധാനം അവർക്ക് നൽകി ദൈവകൃപയിൽ ജീവിപ്പാൻ തക്കണം മുഖാന്തരം ഒരുക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നപ്പോൾ തലമുറകളെ നൽകി അനുഗ്രഹിച്ചിട്ട് അവരുടെ നിന്നേ മാറ്റണമേ കർത്താവേ. അവരുടെ സന്തോഷം പൂർണ്ണമാക്കണമേ കർത്താവേ. അവരുടെ ജീവിതത്തെ മാനിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെയും സമർപ്പിക്കുന്നു. ഉള്ളംകരത്തിൽ വഹിക്കണേ. മാസം തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകണമേ കർത്താവെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ പൊടി പൈതങ്ങളെയും സമർപ്പിക്കുന്നു. ബാലപിഴ കൂടാതെ ഓരോ മക്കളെയും കർത്താവ് വളർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുവാൻ തക്കണം മാതാപിതാക്കൾക്ക് അവിടുന്ന് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുമായിട്ട് പാതവിടെ കടന്നു വരുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, അലർജി ഉള്ളവർ, കർത്താവെ, ആസ്മ ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, എൻ്റെ ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ,
കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കൾ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമുള്ളവർ, കർത്താവേ സ്തോത്രം, കൈകാലുകൾക്ക് ചലനമില്ലാത്തൊരു, വീൽ ചെയറിലും കിടക്കുകളിലുമായിരിക്കുന്നവർ, ആശുപത്രി മുറികളിൽ കർത്താവെ ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഡെലിവറി റൂമിലായിരിക്കുന്നവരൊക്കെ ഞങ്ങൾ ഈ സമയം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അപ്പാ നീ അതിവേഗം പായുന്ന വചനമായി ഓരോ മക്കളെയും വിടുവെച്ച് സൗഖ്യപ്പെടുത്തണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് വിധേയപ്പെട്ട ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ ദൈവമേ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ടപ്പാ, സഹായിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. ബയോപ്സി റിപ്പോർട്ട് കാത്തിരിക്കുന്നവരുണ്ടപ്പാ. എൻ്റെ അപ്പൻ്റെ രക്തം അതിന്മേൽ കലർത്തിയിരിക്കാൻ സ്തോത്രം, സകല രോഗാണു നിർജ്ജീവമായിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷീകരിപ്പാനും മുഖാന്തരമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവെ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവെ. പല വിധത്തിലുള്ള വേദനകളുടെ ഭാരങ്ങൾ, അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുകയപ്പ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവെ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവെ. ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. പനിയാൽ, ചുമയാൽ, വിമിഷ്ടത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. തലമുടി മുഴുവനും കൊഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. അങ്ങയുടെ കരങ്ങളിൽ എല്ലാം ഏൽപ്പിക്കുകയപ്പ. സകലത്തിനും മരുന്നും വൈദ്യനും ഞങ്ങളുടെ അപ്പച്ചനാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിട്ടുവയ്ക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ അവിടുത്തെ പാദപിടം ചാർന്ന് കടന്നു വരുന്ന ഓരോ മക്കളെയും അവിടുന്ന് വിട്ടുവയ്ക്കുമാറാകണം, ആശ്വസിപ്പിക്കുമാറാകണം, സൗഖ്യപ്പെടുത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ. രോഗികളോട് മനസ്സറിയണമേ അപ്പാ. രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണമേ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയപ്പാ, വിടുതലുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, രുചിച്ചറിഞ്ഞതാപ്പാ. വീണ്ടും ആ ബലമുള്ള കരം ഓരോ മക്കളെ നീട്ടി ഹല്ലേലൂയ സൗഖ്യപ്പെടുത്തിക്കൊള്ളണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം. പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കട്ടെ. പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ നൽകണേ. സമാധാനത്തിൽ ഓരോ മക്കളെയും ജീവിപ്പാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്നെല്ലാം കൊടുത്ത് അപ്പച്ചൻ പോഷിപ്പിക്കുമാറാകണം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. കുടുംബജീവിതത്തോടൊരു ഉത്തരവാദിത്വം കാണിക്കാത്തവർ കർത്താവെ, ജോലിക്ക് കടന്നു പോകാതെ മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ, കൂട്ടുകാർക്ക് അടിമപ്പെട്ടവർ, ഫോണിന് അടിമപ്പെട്ടവർ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ ഇറങ്ങി വരണമേ, സംസാരിക്കണമേ, അവരെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവെ. ആരും നഷ്ടപ്പെട്ടു പോകുന്നില്ല. എൻ്റെ അപ്പന് ഇഷ്ടമുള്ളവനല്ലപ്പാ. നിൻ്റെ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തങ്ങളെ ഏൽപ്പിച്ച കാര്യാദികളൊക്കെയും ഭംഗിയായി ചെയ്തെടുപ്പാനുള്ള ബോധത്താൽ ഓരോ മക്കളെയും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ ഇടപെട്ടേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. കരയുന്ന മാതാപിതാക്കളോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമേ തമ്പുരാനെ. അങ്ങ് മനസ്സലിവും കരുണയുമുള്ള ദൈവമാണല്ലോ കർത്താവേ. നീ അവിടുന്ന് സഹായിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനർത്ഥ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്ന അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകല്ലേ തമ്പുരാനെ. ഹോവയെ ഭയപ്പെട്ടെൻ്റെ കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന മക്കളാക്കി ഓരോരുത്തരെയും തീർക്കുമാറാകണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്ന കർത്താവ് സംരക്ഷിക്കണമേ. അനാഥരെയും വിധവളെയും സ്വർഗം സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നപ്പാ കർത്താവെ. ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. സുവിശേഷ വേല നിമിത്തം കഷ്ടമനുഭവിക്കുന്നവരെ വിട്ടുവയ്ക്കുമാറാകണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കുമാറാകണം. വിശ്വസ്തരായി ദൈവകൃപയിലെല്ലാം ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങൾക്ക് വാഴുവാൻ തന്ന ഈ ലോകം ഹല്ലേലൂയ വഷളത്വം നിറഞ്ഞതാപ്പാ. എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനമില്ല കർത്താവേ. ഞെട്ടിക്കുന്ന വാർത്തകൾ ദിനംതോറും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകപ്പാ. എന്നാൽ ഈ നാളുകളിൽ ഒരുക്കത്തോട് ഓരോ മക്കളും ആയിരിക്കാൻ, പ്രാർത്ഥനയോടെ ആയിരിക്കാൻ, വിശ്വസ്തരായിരിക്കാൻ, ദൈവഭയത്തിലായിരിക്കാൻ ഓരോ ജീവിതങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ശത്രു ഞങ്ങളെ കാണാതൊണ്ണം മറയ്ക്കണം. ദുഷ്ടപിശാചിൻ്റെ കൈ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഞങ്ങൾക്കുള്ളതിനെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദേശനിവാസികളെ, ഞങ്ങളുടെ രാജ്യങ്ങളെയൊക്കെ കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.